ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ അപമര്യാദയെ പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ പരാതി വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ. നടൻ തിലകനെ കുറിച്ച് എഴുതിയായിരുന്നു വിനയന്റെ പ്രതികരണം. മഹാനടൻ തിലകനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ലെന്നും സംഘടനകൾ മാഫിയകളെ പോലെ പെരുമാറുന്നുവെന്ന് പറഞ്ഞതിനാണെന്നുമാണ് വിനയൻ പറഞ്ഞത്. ഒരുത്തൻ മയക്കുമരുന്നടിച്ച് അപമര്യാദയോടെ പെരുമാറിയെന്ന് തന്റെ അടുത്തോടെ പറഞ്ഞ നടി പിന്നീട് ആ പരാതി പിൻവലിക്കാൻ ശ്രമിക്കുന്നത് മലയാള സിനിമ നമ്പർ 1 ആണെന്ന് കാണിക്കുകയാണെന്നും വിനയൻ പറയുന്നു. 2010 മുതൽ മഹാനടൻ തിലകനെ സിനിമയിൽ നിന്ന് വിലക്കി മാറ്റി നിർത്തിയത് മയക്കുമരുന്ന് ഉപയോഗിച്ചതിനല്ല, കൂടെ അഭിനയിക്കുന്ന നടിയോട് മോശമായി പെരുമാറിയതിനുമല്ല. ചില സിനിമാ സംഘടനകൾ മാഫിയകളെ പോലെ പെരുമാറുന്നുവെന്ന് പറഞ്ഞതിനാണ് ആ മനുഷ്യനെ നമ്മുടെ സിനിമാ സംഘടനകൾ ആത്മരോഷത്തോടെയും ആവേശത്തോടെയും ശിക്ഷിച്ചത്. നാട് മുടിഞ്ഞു പോകുന്നതും മലയാള സിനിമയെ നശിപ്പിക്കുന്നതുമായ ക്രിമിനൽ പ്രവൃത്തിയാണല്ലോ തിലകൻ ചേട്ടൻ അന്ന് ചെയ്തത്, അല്ലെ? ആ വിലക്കിന്റെ വേദനയോടെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങിയ ആ കലാകാരന്റെ ആത്മാവ് ഇന്നത്തെ മലയാള സിനിമയുടെ അവസ്ഥയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ടാകണം. ഒരുത്തൻ മയക്കുമരുന്നടിച്ചിട്ട് സിനിമാ സെറ്റിൽ വെച്ച് തന്നെ അപമാനിച്ചു, വെളുത്ത പൊടി വായിന്ന് തുപ്പുന്നത് കണ്ടു എന്നൊക്കെ പരസ്യമായി പറയാനും അയാളുടെ പേരും സിനിമാ സെറ്റിന്റെ പേരും വരെ എഴുതി സംഘടനകൾക്കൊക്കെ പരാതി കൊടുക്കാനും ധൈര്യം കാണിച്ച ഒരു യുവനടി ഇന്ന് ആ പരാതി പിൻവലിക്കാൻ കാണിക്കുന്ന പെടാപ്പാടും മലയാള സിനിമ നമ്പർ 1 ആണെന്ന് തന്നെ കാണിക്കുന്നതാണ് എന്നാണ് വിനയൻ പറയുന്നത്.